പ്രതീക്ഷ നഗർ റെസിഡൻസ് അസോസിയേഷൻ എന്ന പേരിൽ കുളത്തിങ്കര കേന്ദ്രീകരിച്ച് നമ്മളൊരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു. അപ്പം ഇതെന്ന് പറയുന്നത് മയിലാടുമുകള്, അയിരൂപ്പാറ, ദീപ്പുകല്, വട്ടവിള ഈ 4 വാർഡുകളുടെ സംഗമസ്ഥാനമാണ്. അപ്പം ഇവിടെ മാത്രം ഇതുവരെയും റെസിഡൻസ് അസോസിയേഷനോ അങ്ങനെയുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലായിരുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഒരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുകയും നിലവിൽ ഏകദേശം 200ഓളം കുടുംബങ്ങൾ അംഗങ്ങളാവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും പലരും ഇതിലോട്ട് കടന്നു വരുന്നുണ്ട്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാവരും അതിന് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ പ്രാരംഭ നടപടിയായി നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പും ഒരു ഉദ്ഘാടനവും ഇന്ന് വച്ചിരിക്കുകയാണ്. അപ്പം രാവിലെ നേത്ര ക്യാമ്പും നേത്രപരിശോധനാ ക്യാമ്പും ആയുർവേദ സിദ്ധ മെഡിക്കൽ ക്യാമ്പും ഇപ്പം നടന്നു വരികയാണ്. അപ്പം അതിന്റെ തുടർ പ്രവർത്തനങ്ങളും പിന്നെ ജനക്ഷേമപരമായ കാര്യങ്ങൾ, അതായത് ഇപ്പം രോഗികളുണ്ടെങ്കിൽ അവർക്ക് ചികിത്സാ സഹായം നൽകുക, നിർധനരായവർക്ക് ചികിത്സാ സഹായം, പിന്നെ സ്കൂൾ കുട്ടികൾക്ക് ഇപ്പം സ്കൂൾ തുറക്കുന്ന സമയമാണ്. അപ്പം നിർധനരായ കുട്ടികളെയാണ് നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. നിർധനരായ കുട്ടികൾക്ക് മാക്സിമം പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ഈ അസോസിയേഷനിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക, എല്ലാവരും പരസ്പരം അറിയുക. എല്ലാവരും ഇപ്പം മൊബൈൽ യുഗത്തിലാണ്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവരെയും ഒരു കുടക്കീഴിൽ എത്തിക്കുക, എല്ലാവരും പരസ്പരം അറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഒരു സംവിധാനം, ഒരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചത്. മെഡിക്കൽ ക്യാമ്പ് ഇപ്പം തുടങ്ങിയപ്പോൾ തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു മഴയുടേത്. പക്ഷെ അതെല്ലാം മാറി നല്ലൊരു പൊതുജന സപ്പോർട്ടാണ് നമുക്കിതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 200ഓളം കുടുംബങ്ങൾ നമ്മളിതിൽ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ലൈബ്രറി അല്ലെങ്കിൽ നമുക്കൊരു ഓഫീസ് അങ്ങനെ തുടർന്ന കാര്യങ്ങളും ഇനിയുണ്ട്. അപ്പം എല്ലാവരുടെയും എല്ലാ നാട്ടുകാരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സംഘടന വിജയിക്കാൻ കഴിയുള്ളൂ. അതോടൊപ്പം ഇപ്പം പ്രവർത്തിക്കുന്ന എല്ലാ കമ്മിറ്റികളും വളരെ മനോഹരമായ രീതിയിൽ തന്നെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ നാട്ടുകാരുടെ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അതിനാൽ ഇതൊരു വലിയൊരു വിജയമാകട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുക. മെഡിക്കൽ ക്യാമ്പ് വളരെ മനോഹരമായിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ റെസിഡൻസിന് അകത്തുള്ള അല്ലാതെ പുറത്തുള്ള ആൾക്കാരും അറിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 150ഓളം പേര് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ടോക്കൺ എടുത്ത് ഇരിക്കുന്നവരുണ്ട്. അപ്പം ഇത് ഇത്രയും ഒരു തുടക്കത്തിൽ തന്നെ ഒരു സപ്പോർട്ടായി കിട്ടിയത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇപ്പൊ മെയിനായിട്ട് നമ്മൾ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് 1 നേത്ര വിഭാഗവും 2 ആയുർവേദമാണ്. എല്ലാവരും അലോപ്പതിയാണ് ചൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആയുർവേദത്തിന്റെ ക്യാമ്പ് എനിക്ക് തോന്നുന്നു ഇത് തുടക്കമാണ്. വേറെ ഒരു റെസിഡൻസിൽ ഇത് തുടങ്ങിയിട്ടില്ല. അപ്പം വളരെ തീർത്തും സൗജന്യമാണ്. അവര് വന്നിട്ട് എല്ലാ മരുന്നുകളും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കണ്ണിന്റെ നേത്ര വിഭാഗമാണെങ്കിലും അവർ മരുന്നും ബാക്കി എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അവർ നല്ല രീതിയിൽ തന്നെ നമ്മോടൊപ്പം സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അഹല്യ ഹോസ്പിറ്റലാണ്, അവരാണ് നമുക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം അവരുടെ സ്ഥലം എന്ന് പറയുന്നത് ഉള്ളൂരാണ്. അതോടൊപ്പം തന്നെ ആയുർവേദം പ്രവർത്തിക്കുന്നത് അക്സ സിദ്ധ ആയുർവേദ ക്ലിനിക്കാണ്. അത് കന്യാളങ്കരയാണ്. വെമ്പായം കന്യാളങ്കര റൂട്ടിലാണ് അവർ പ്രവർത്തിക്കുന്നത്.